ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. परमेश्वर के नाम की महिमा हो। इस अनुग्रहित अवसर पर परमेश्वर के वचन को लेकर सम्मुख में आने के लिए परमेश्वर ने मुझे जो अवसर दिए उसको याद करते हुए मैं परमेश्वर की स्तुति करता हूँ। ഈ മീറ്റിംഗിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചത്. പ്രിയ ബിജു ബിച്ചായൻ മുഖാന്തരമാണ് ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കാരണമായത്. इस मीटिंग में अचानक मेरा आना हुआ है। भाई बिजू के माध्यम से मैं इस मीटिंग में उपस्थित हुआ हूँ। ഈ നാളുകളിൽ അടുത്ത് പരിചയപ്പെട്ട വളരെ സന്തോഷം തോന്നിയ പ്രിയ KM ശ്യാമൂൽ അങ്കിളും എനിക്ക് വളരെ സന്തോഷം തോന്നി. യാദൃച്ഛ്യമായിട്ട് പ്രിയപ്പെട്ടവർ കടന്നു വന്നു. അതുപോലെ പാപ്പൻ മത്തായി എന്ന് പറഞ്ഞ അച്ചായനും ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और पिछले दिनों मेरा परिचय भाई KM सैमुअल से हुआ, वो भी इस मीटिंग में जुड़े हैं। साथ ही साथ पापन मताई अंकल इस मीटिंग में जुड़े हैं। मैं परमेश्वर को धन्यवाद देता हूँ। KM सैमुअल अंकल के बारे में मैं बताना चाहूँ तो ये हमारे रायपुर के लिए एकदम पुराने हमारे एक अंकल हैं। कई समय तक रायपुर असेंबली में विजिट करते हैं। हमारे परिवारों में उन्होंने विजिट किया है। मैं रायपुर असेंबली की ओर से सैमुअल अंकल आपका भी स्वागत करता हूँ। എന്നാൽ എനിക്ക് ഈ ഛത്തീസ്ഗഡ് ഭാഗത്ത് ആരെയും തന്നെ വ്യക്തിപരമായി പരിചയമില്ല. എന്നാൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ദീർഘവർഷങ്ങളായിട്ട് പരിചയമുള്ള ഡോക്ടർ സ്റ്റാൻലി ജോൺ എന്ന് പറയുന്ന പ്രിയ ആചാര്യനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. എന്നാൽ ഈ മീറ്റിംഗിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ പരിചയമില്ലാത്ത ആളുകളാണ് എന്റെ കേൾവിക്കാരെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. और छत्तीसगढ़ में मेरा बहुत सारे लोगों से कोई खास जान पहचान नहीं है। फिर भी बहुत समय से भाई स्टैनली जॉन जो जगदलपुर में है वो उनसे मेरा संबंध है। मुझे वो वैसे हमारे मीटिंग में हर शाम को आते हैं और आज भी ही इज देयर। ब्रदर स्टैनली जॉन इज देयर। स्टैनली जॉन है, उनका मेरा परिचय है और ये समूह मेरे लिए सब अनजाना है। എന്നെ ഈ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ജയ്പൂർ ബ്രദർ അസംബ്ലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. रायपुर ब्रदर असेंबली में आप लोगों ने मुझे आमंत्रित किया, उसके लिए जिम्मेदार सारे लोगों को और सारे विश्वासियों को प्रभु यीशु मसीह के नाम से मैं धन्यवाद देता हूँ। സാധാരണ ഈ സൂം മീറ്റിംഗിൽ എല്ലാവരും ഇരിക്കുന്നുവെങ്കിലും പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ അവരുടെ വീഡിയോ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് വളരെ അത് സന്തോഷമായിരിക്കും. ആ നിലയിൽ കർത്താവ് സഹായിക്കട്ടെ. इस मीटिंग में खासकर जूम मीटिंग में ऐसा है कि कई लोग कई बातों में संबंधित रहते हैं, लेकिन मैं चाहूंगा कि हमारी सुविधा के लिए सबों से अनुरोध करूंगा कि अपने वीडियोस को ऑन कर लीजिए और ऑडियोस को ऑफ में रखें। ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം നാം നേരത്തെ അറിയിച്ചതുപോലെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. और जैसे ही पहले आपको इस विषय के बारे में सूचना दी गई है, विश्वास में और अधिक हम मजबूत हों, उस बारे में बहुत ही संक्षेप में कुछ बातों को आज हम सुनेंगे। ഒരുപക്ഷെ ആ മുഖവുര നമ്മൾ കേൾക്കുമ്പോൾ അത് വലിയൊരു സംഭവമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ ദൈവവചനത്തിൽ വളരെ ലളിതമായ ഒരു കാര്യമാണ് എന്നുള്ളത് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. और भूमिका जब मैं आपको बताऊं तो हमको लगेगा कि एक बहुत बड़ा कुछ बात है ये, लेकिन बहुत ही साधारण और सरल शब्दों में मैं इन वचनों को आपके सामने रखना चाहूंगा। സാധാരണ നമുക്കെല്ലാവർക്കും പൊതുവിൽ നമുക്കെല്ലാവർക്കുമുള്ള പേരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. और साधारण तौर पर हम सबों को एक नाम मिला है और वो नाम है विश्वासी। നാം വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മെ പൊതുവായിട്ട് അറിയാറുണ്ട്. और सामूहिक रूप में हमें विश्वासियों के एक समूह के रूप में जाना जाता है। എന്നാൽ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ നാം വിശ്വസിക്കുന്ന വ്യക്തി ഒരുവനാണ്. और वो क्यों, अगर ये प्रश्न पूछा जाए तो इसका उत्तर यह है कि जिस व्यक्ति पर हम विश्वास करते हैं वो एक ही है। വിവിധ ഭാഷയിലുള്ളവർ, വിവിധ നിറത്തിലുള്ളവർ, വിവിധ പശ്ചാത്തലത്തിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. विभिन्न भाषाओं के लोग, विभिन्न रंगों के लोग, विभिन्न पृष्ठभूमि के लोग, लेकिन इन सबों का विश्वास एक ही व्यक्ति पर है।
ആ വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. और वो प्रभावित करने वाला व्यक्ति है हमारा प्रभु यीशु मसीह. അതുകൊണ്ട് നാം ദൈവജനത്തെ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ് നാം ഓരോരുത്തരും. और हम वचन में पढ़ते हैं कि विश्वास के नायक और पूर्ति करने वाले प्रभु यीशु मसीह की ओर लक्ष्य कर कर हम आगे बढ़ रहे हैं. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, നമുക്ക് ആവശ്യമായ കൃപ നമുക്ക് നൽകട്ടെ ഈ സന്ദേശത്തിലൂടെ. और परमेश्वर हमारी सहायता करे और जरूरत का अनुग्रह इन संदेशों के माध्यम से प्रभु हमें दे. നാം ഈ ലോകത്ത് ജീവിക്കുന്നത് വിശ്വാസത്താലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. हम इस जगत में रहते हैं और हम सब अच्छी तरह से जानते हैं कि हमारा इस जगत में रहना विश्वास के द्वारा है. വിശ്വാസം കൂടാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. और बिना विश्वास के इस जगत में या इस पृथ्वी में एक क्षण भी हम नहीं रह सकते. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കസേരകളിൽ ഇപ്പൊ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. और मैं ये आभास करता हूं कि हम सब लोग अपने अपनी कुर्सियों में बैठे हैं. അതിലൊരു വിശ്വാസമുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കണം. और उसका भी एक विश्वास है, इस बात को हम याद रखें. ആ കസേര ഒടിയത്തില്ല. हम इस बात को याद रखें कि वो जिस कुर्सी में हम बैठे हैं टूटेगी नहीं. നാം നിലത്ത് വീഴത്തില്ല. हम नीचे गिरेंगे नहीं. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. और वो हमारा एक विश्वास है. എന്നാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. अगर वो विश्वास हमारा नहीं रहा तो हम कुर्सी में नहीं बैठ पाएंगे. ഒരിക്കലൊരു മഹാനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസം അപ്പൻ എന്ന് പറയുന്നതാണ്. और एक महान व्यक्ति ने एक बार कहा कि दुनिया का सबसे बड़ा विश्वास पिता है. എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ പറയുകയാണ്, മകനെ ഇതാണ് നിന്റെ അപ്പൻ എന്ന് പറയുമ്പോൾ കണ്ണുമടച്ച് അന്ധമായിട്ട് നമ്മൾ വിശ്വസിച്ച് അദ്ദേഹത്തെ അപ്പ എന്ന് വിളിക്കുന്നു. कहने का मतलब यह है कि हमारी माँ हमको परिचित कराएगी कि बेटे ये तुम्हारा पिता है, तो हम इस बात पर आंख मूंद कर विश्वास करेंगे और पप्पा कहकर उनको पुकारेंगे. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. और इसलिए ये सच्चाई है कि विश्वास हर व्यक्ति के मनों में और दिलों में है. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ സാധ്യത കുറവാണ്, ഒരു സ്വർണത്തിന്റെ ഒരു പരസ്യമുണ്ട്, വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് മലയാളത്തിലെ ആ പരസ്യം. सोने के आभूषणों के बारे में मलयालम में एक एडवर्टाइजमेंट आता है, उसमें यही कहता है कि विश्वास ही के द्वारा. കർത്താവ് നമുക്ക് ആവശ്യമായ ആലോചന ഇന്ന് രാത്രി നമുക്ക് നൽകുവാൻ നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. और जरूरत के संदेशों को प्रभु आज रात को हमें दे, ऐसी प्रार्थना के साथ हम बैठे. എന്നാൽ നാം ദൈവവചനം നാം വായിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. इब्रानी की पत्री 11वें अध्याय के 6वें वचन में पढ़ते हैं कि बिना विश्वास के परमेश्वर को हम खुश नहीं रख सकते. ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആണിക്കല്ല്, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. जगत में जीने के लिए विश्वास जरूरी है, वैसे ही मसीह जीवन का नींव हमारा विश्वास है प्रभु पर. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നാം ശക്തിപ്പെടുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം മേൽക്കുമേൽ നാൾക്കുനാൾ അത് ശക്തി പ്രാപിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. और इसलिए आज हमें हमारा संदेश का थीम यह है, विषय यह है कि विश्वास में और अधिक हम बल प्राप्त करते जाएं. ഞാൻ പ്രധാനമായും ആധാരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട താക്കോൽ വാക്യം. आज के हमारे ध्यान का कुंजी वाक्य है रोमियो की पत्री 4वां अध्याय उसका 20वां वचन. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. हमें वहां पर पौलुस पेत्र की पत्री 4वां अध्याय में से हमने देखा, നാം വായിക്കുന്നത് അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. वहां पढ़ते हैं कि उसने अविश्वास न करके परमेश्वर की
उस अद्वैत शक्ति पर विश्वास किया। ഇവിടെ നാം വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നാം വായിക്കുന്നത്. यहाँ पर जो वर्णन है वो अब्राहम के विषय में वास्तव में है। അവിടെ അബ്രഹാം പറയുന്നത് അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. वहां लिखा है कि अब्राहम विश्वास में शक्ति और बल को प्राप्त किया। അബ്രഹാം വിശ്വാസത്തിൽ സംശയിച്ചില്ല. अब्राहम ने विश्वास में किसी भी प्रकार का संदेह नहीं किया। അതിന് അവിശ്വാസം ഉണ്ടായിരുന്നില്ല. उसमें कोई भी प्रकार का अविश्वास नहीं था। വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. विश्वास में वो बल प्राप्त करते गए। കർത്താവ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് അബ്രഹാമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ, और जब हम ये सोचते हैं कि परमेश्वर अब्राहम से क्या प्रतीक्षा करता है, അവിടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം അബ്രഹാമിനെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നാം അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. उस भाग से हमको ये समझना है कि ऐसी कौन सी बातें थी जिसने प्रेरित किया अब्राहम को कि अपने विश्वास में शक्ति प्राप्त करे। എന്നാൽ നേരത്തെ അബ്രഹാമിന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട്. लेकिन हम जानते हैं कि अब्राहम को परमेश्वर पर पहले से ही विश्वास था। ഉൽപ്പത്തി പുസ്തകം 12 കുറിച്ച് പറയുന്നത്. Please come again. There's some problem. Once more. അതായത് അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിലാണ് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത്. അതിനുശേഷമാണ് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. उत्पत्ति की पुस्तक में 12वें अध्याय में पढ़ते हैं कि अब्राहम ने पहले परमेश्वर पर विश्वास किया था, लेकिन वो विश्वास में जो उसका बढ़ना है वो बाद में आया। അപ്പൊ ഒരു കാര്യം നാം മനസ്സിലാക്കണം, വിശ്വാസത്തിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വരുന്ന കാര്യമല്ല. വിശ്വാസത്തിൽ വന്ന ഒരുവൻ അവൻ പിന്നീട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. यहाँ पर जो विश्वास में बढ़ना जो है या उसमें शक्ति प्राप्त करने का मतलब ये नहीं है कि विश्वास में आना, परंतु विश्वास में आने के बाद में हम और अधिक विश्वास में बढ़ते जाते हैं। നമുക്കതിന്റെ 17ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അതിന്റെ ആശയം നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. और जब हम यहाँ पर पढ़ते हैं 17वें पद में, तो हम अच्छी तरह समझ पाते हैं कि वो विश्वास में बढ़ता गया, ये शक्ति प्राप्त करता गया। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം. यहाँ पर हम अब्राहम के विषय में पढ़ते हैं कि जो परमेश्वर मरे हुओं को जिलाता है और जो बातें हैं ही नहीं उनका नाम ऐसा लेता है मानो वे हैं, इस पिता परमेश्वर पर अब्राहम विश्वास करता था। അപ്പൊ നാം നേരത്തെ ചിന്തിച്ചതുപോലെ അബ്രഹാം വിശ്വാസമുള്ളവനായിരുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനായിരുന്നു. എന്നാൽ അബ്രഹാം സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. इस प्रकार हम पढ़ते हैं कि अब्राहम पहले विश्वास करता था और विश्वास में बना भी हुआ था, लेकिन बाद में वो विश्वास में और अधिक शक्ति प्राप्त करता गया। അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് 17ാമത്തെ വാക്യത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. तो इस प्रकार हम ये समझते हैं कि परमेश्वर के प्रति उसका जो विश्वास था उसमें वो और अधिक बलवंत हो गया। എന്താണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കുറിച്ച് അബ്രഹാം പറയുക, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരെന്നാണ് ദൈവത്തെ കുറിച്ച് അബ്രഹാം വിശ്വസിച്ചത്. अब्राहम का विश्वास क्या था? वो ऐसा विश्वास था कि वो कहता है कि जो मरे हुओं को फिर से जिलाता है और जो है ही नहीं उनको ऐसे बुलाता है मानो वो हैं। അബ്രഹാമിന്റെ ഈ വിശ്വാസം നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം. അന്ന് വരെ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു ചരിത്രം അബ്രഹാമിന് മുമ്പോ അബ്രഹാമിന്റെ കാലഘട്ടത്തോ നടന്നിട്ടില്ല എന്നുള്ളത് നാം ചരിത്രപരമായി മനസ്സിലാക്കുകയാണ്.
यहाँ पर हम ऐतिहासिक रूप से इस बात को समझना है कि अब्राहम के दिनों में ऐसा कुछ नहीं हुआ था कि कोई व्यक्ति मरे हुओं में से फिर से जीवित हो गया हो। അങ്ങനെ ഒരു സംഭവം അബ്രഹാമിന് കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. वहां पर हमको इस बात को समझना है कि अब्राहम के सुनने में भी ऐसी कोई घटना नहीं आई कि कोई व्यक्ति मर गया हो और उसे फिर से परमेश्वर ने जिला दिया। ആ സമയത്താണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. और ऐसे समय में अब्राहम ने परमेश्वर पर विश्वास किया और ये विश्वास किया कि ये परमेश्वर मरे हुओं को जिलाने वाला परमेश्वर है। നാം എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നാം ആ വാക്യത്തെ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണി എന്നാണ് അബ്രഹാം വിശ്വസിച്ചത്. इब्रानियों के नाम पौलुस प्रेरित की पत्री उसका 11वां अध्याय और उसके 19वें पद को यदि आप पढ़ेंगे तो वहां पर लिखा है क्योंकि उसने मान लिया कि परमेश्वर सामर्थी है कि उसे मरे हुओं में से जिलाए, अतः उन्हीं में से दृष्टांत की रीति पर वह उसे फिर मिला। ഈ അബ്രഹാമിന്റെ ഈ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ ആഴത്തെ നമുക്ക് ഗൗരവമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. और इस प्रकार यदि हम अब्राहम के विश्वास के बारे में सोचें तो हम उसकी गहराई को समझ पाएंगे। നമുക്കിതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലുള്ള അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. यहाँ पर ये बताया गया है कि अब्राहम का वो विश्वास कि यदि उसके पुत्र को वो मार भी डालेगा तो भी वो जिंदा कर सकता है परमेश्वर। എന്നാൽ നമുക്കറിയാം ദൈവം അബ്രഹാമിനോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടായ ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവാത്മാവ്. उत्पत्ति की पुस्तक उसका 28वां अध्याय और दूसरे पद में पवित्र आत्मा ने जो बातें लिखी हैं उनको पढ़कर मैं बड़ा आश्चर्यचकित हुआ। അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗം കഴിക്കണം. वहां पर परमेश्वर अब्राहम से कह रहे हैं कि हे अब्राहम, तू जिससे बहुत प्रेम करता है अपने उसी इकलौते पुत्र को मेरे लिए बलिदान होके चढ़ा। അപ്പൊ ദൈവം തന്നെ പറയുക, നീ സ്നേഹിക്കുന്ന മകൻ, നീ സ്നേഹിക്കുന്ന മകൻ. वहां पर परमेश्वर स्वयं कह रहे हैं कि तू जिस परमेश्वर से प्रेम रखता है उससे। അതിനൊരു കാരണമുണ്ട്. 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച വാഗ്ദത്ത സന്തതിയാണ് അബ്രഹാം. इसके पीछे भी कारण है। कारण यह है कि प्रतिज्ञा करने के 25 साल तक इंतजार करने के बाद प्राप्त हुआ एक पुत्र है ये इसहाक। എന്നാൽ അപ്പോൾ അതുകൊണ്ട് ന്യായമായിട്ടും അബ്രഹാമിന്റെ സ്നേഹം ഇസഹാക്കിനോട് ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. और इसलिए हम देखते हैं कि अब्राहम को अपने इकलौते पुत्र इसहाक से प्रेम होना लाजिमी है। എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അബ്രഹാമിനുള്ള ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് എന്നുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. लेकिन खास ध्यान देने वाली बात यह है कि अब्राहम को यह विश्वास था कि मरे हुओं में से पिता परमेश्वर जिलाने वाला परमेश्वर है। ആ വിശ്വാസത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആ വേദഭാഗം വായിക്കുമ്പോൾ അബ്രഹാം അതികാലത്ത് എഴുന്നേൽക്കുന്നു, അവൻ കഴുതയ്ക്ക് ഒരുക്കുന്നു, അവൻ വിറകെടുക്കുന്നു, അവൻ ദാസന്മാരെ കൂട്ടുന്നു, അവൻ 3 ദിവസത്തേക്കുള്ള യാത്രയ്ക്ക് അവൻ തയ്യാറാകുന്നു. इस बात की जो तस्दीक की इस बात से हो सकती है कि अब्राहम बहुत तड़के भोर को उठा और गधे पर काठी कसी और इसके बाद वो अपने सेवकों को लेकर के 3 दिन की यात्रा के लिए निकल पड़ा। പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. और इस प्रकार हम देखते हैं कि अब्राहम ने इसहाक को बलि चढ़ाने के लिए इसलिए राजी हुआ क्योंकि उसको पूरा विश्वास था कि ये परमेश्वर मरे हुओं में से किसी को भी जिला सकता है।
എന്താണ് ആ വിശ്വാസം? ആ വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. അതാണ് അബ്രഹാമിന്റെ വിശ്വാസം. और अब्राहम का विश्वास यही था कि मैं जिस परमेश्वर पर विश्वास करता हूं वो परमेश्वर किसी भी मरे हुए व्यक्ति को फिर से जीवित कर सकता है। പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് സ്നേഹിക്കുന്ന പുത്രനെ ചോദിച്ചപ്പോൾ മടിക്കാതെ കൊടുക്കുവാൻ അവൻ മനസ്സ് കാണിച്ചു. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം. और परमेश्वर के ऊपर अब्राहम का जो विश्वास था वो इतना ऐसे दर्शन पर आधारित था कि वो सुबह उठ करके बलिदान चढ़ाने के लिए इसलिए राजी हो गया क्योंकि उसे मालूम था कि ये परमेश्वर लोगों को जो मर जाते हैं उनको फिर से जिंदा कर सकता है। നാം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പൗലോസ് പറയുന്ന ഒരു ആശയം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. दूसरा कुरिन्थियों से एक भाग हम पढ़ेंगे जिसमें पौलुस अपनी बातों को रखता है। 2 കൊരിന്ത്യർ 1:9 ഇങ്ങനെ നാം വായിക്കുന്നു, അതെ ഞങ്ങളിൽ അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. पौलुस प्रेरित यहाँ पर 2 कुरिन्थी 1 अध्याय उसके 9वें पद में कहते हैं, वरन हमने अपने मन में समझ लिया था कि हम पर मृत्यु की आज्ञा हो चुकी है ताकि हम अपना भरोसा ना रखें परंतु परमेश्वर को जो मरे हुओं को जिलाता है उस पर रखें। അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ഹൃദയത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ മരിക്കും. पौलुस और उसके साथी लोग अपने मन में ये समझ गए कि हम पर मृत्यु की आज्ञा हो चुकी है। ഇതിനപ്പുറം വേറെ ഒരു രക്ഷയുമില്ല എന്ന് പൗലോസ് മനസ്സിലാക്കി. पौलुस को ये समझ में आ गया कि अब उसके लिए जीवित रहने का कोई मार्ग नहीं है, अब उसे मरना ही है। ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ലെന്നും പൗലോസ് മനസ്സിലാക്കി. पौलुस को ये समझ में आ गया कि यहां से बचने का और कोई रास्ता ही नहीं है। എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഞങ്ങൾ മരിച്ചാലും മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് പൗലോസ് മനസ്സിലാക്കുക. पौलुस वहां पर ये कह रहा है कि हम चाहे मर भी जाएं तो भी मरे वो को जिलाने वाला एक परमेश्वर पर हमने भरोसा रखा। ഇതിൽ നിന്ന് 2 വാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയമായ ഒരു പാഠം ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ये जो इतनी सारी बातों का मैंने रेफरेंस जो लिया है उसके पीछे कारण यही है कि एक खास बात को मैं आप लोगों के सामने रखूं। അതായത് മരണത്തിന്റെ വക്കോളം കൊണ്ടെത്തിക്കുമ്പോൾ മറ്റാരും സഹായത്തിനില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി ആശ്രയിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് ദൈവത്തിൽ മാത്രമായിരിക്കും. अब्राहम ने जब उसको समझ में आ गया कि उसके बच्चे को बचाने का और कोई रास्ता नहीं है, तब एकमात्र एक ही परमेश्वर है जिस पर ऊपर उसका भरोसा था। നോക്കണം, ഇനി ഈ പൗലോസിനും കൂട്ടർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല, അവരെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുന്ന, കാരണം മരിക്കാനായിട്ട് പോവുകയാ, അവർ മരിക്കാൻ പോവുകയാ, അതുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതാണ് ദൈവം. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ചു. यही हाल पौलुस का भी था। पौलुस अपने साथियों के साथ ये मान के चल रहा था कि उसके ऊपर मृत्यु की आज्ञा हो चुकी है, लेकिन मृत्यु से जो किसी को जिला सकता है उस परमेश्वर पर उसने भरोसा रखा। അതുകൊണ്ടാണല്ലോ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ മരണ നിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. इसलिए हम भजन संहिता में पढ़ते हैं कि चाहे मृत्यु के तराई में से होकर के गुजरूं तो भी मुझ में कोई हानि नहीं होगी। പ്രിയപ്പെട്ടവരെ, ദൈവം ചിലപ്പോൾ നമ്മളെ മരണത്തിന്റെ അവസ്ഥയിലൂടെ കടത്തിവിടും, ദൈവം പ്രതികൂലങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. എന്നാൽ അതിന്റെ കാരണം അതിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം. അതിനുവേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം നമ്മളെ കടത്തിവിടുകയാണ്. प्रियो, हमारे जीवन में भी ऐसी मुश्किलें, मौत की अवस्था से होकर गुजरना पड़े, ऐसी बीमारी या ऐसे कई अवसर जब हमारे जीवन में आते हैं तो हमें यह समझना है कि उसका कारण यह है कि हमारे अंदर जो विश्वास है उस विश्वास को इस कदर बढ़ाना कि उसमें जीवित होंगे। അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നത്, അവൻ വിശ്വാസത്തിൽ ശക്തി
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. इसलिए हम इस बात को समझ सकते हैं कि इब्राहिम ने इस बात को समझ लिया कि यदि मेरा पुत्र मर भी जाए तो मरे हुओं में से जिलाने वाला परमेश्वर पर उसका भरोसा और विश्वास था. വീണ്ടും നമ്മൾ റോമാലേഖനത്തിൽ തന്നെ നാം ചിന്തിക്കുമ്പോൾ 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ്. रोमी 4:17 में हम पढ़ चुके हैं कि वो जो है ही नहीं ऐसे लोगों को नाम लेकर बुलाता है मानो वो है. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ഇപ്പോൾ സന്തതി ഇല്ല, പക്ഷേ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് ഒരു സന്തതി ഉള്ളതുപോലെയാണ്. या दूसरे शब्दों में हम कह सकते हैं कि अब्राहम के कोई संतान नहीं है, लेकिन वो ऐसे अब्राहम से बात करते हैं मानो उसके बहुत से संतान हो. അബ്രഹാം ഇപ്പോൾ ഒരു പിതാവല്ല, എന്നാൽ അവൻ ബഹുജാതികൾക്ക് പിതാവ് എന്ന നിലയിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്. अब्राहम का नाम पहले इब्राहिम था, इब्राहिम कोई पिता, एक का भी पिता नहीं था, लेकिन बाद में उसको जब संबोधित करते हैं परमेश्वर, तब वो ये मान लेता है कि वो कई जातियों का पिता होगा. പക്ഷേ അങ്ങനെ സന്തതി ഇല്ലാത്തപ്പോൾ സന്തതി ഉള്ളതുപോലെ സംസാരിച്ചു, പിതാവല്ലാത്തപ്പോൾ പിതാവിനെ പോലെ സംസാരിച്ചു. അപ്പോൾ അവൻ വിശ്വസിച്ചത്, അവൻ മനസ്സിലാക്കിയത് അത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനാണ് ദൈവമെന്ന് അബ്രഹാം മനസ്സിലാക്കി. तो इस बात को हमें समझना है कि अब्राहम के जब कोई संतान नहीं थे तब वो अपने आप को बहुतों का पिता के रूप में विश्वास करता था, और जब वो किसी का पिता नहीं था उस समय वो बहुतों के पिता के रूप में विश्वास किया. ये उसके विश्वास में इस बात की बात थी कि वो ये सोचता था कि जो नहीं है उसको भी वो परमेश्वर ला सकता है, नाम लेके बुला सकता है. നാം പുതിയ നിയമത്തിലേക്ക് മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ആശയം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ വാക്യങ്ങളൊന്നും പറയുന്നില്ല, വിശദീകരിച്ചു പോവുകയാണ്. यूहन्ना 11:11 में एक पद को हम इस संदर्भ में पढ़ेंगे. हर किसी को मालूम है ये, इसलिए मैं उस वाक्य की ओर नहीं जाऊंगा. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സംഭാഷണമാണ് നാം 11-ാം അധ്യായത്തിൽ കാണുന്നത്. 11वें अध्याय में लाजर की मृत्यु और उसको परमेश्वर ने कैसे जिलाया उसके बारे में पढ़ते हैं. എന്നാൽ അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. लेकिन जब उसका 15वां पद हम पढ़ते हैं तो हमको कुछ विरोधाभास का एहसास होता है. കർത്താവ് പറയാണ് ലാസർ മരിച്ചു, സ്പഷ്ടമായിട്ട് പറയുക. എന്നാൽ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. वहां पे प्रभु यीशु मसीह कहते हैं कि मैं तुम्हारे कारण आनंदित हूं. लाजर मर चुका है, लेकिन मैं आनंदित हूं कि मैं वहां नहीं था ताकि तुम विश्वास करो. നോക്കണം, യേശുക്രിസ്തുവിന്റെ സ്നേഹിതനായ ലാസർ ആണ് മരിച്ചത്, എന്നാൽ യേശുക്രിസ്തു അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുകയാണ്. आज आप प्रभु यीशु मसीह का वक्तव्य देखिए कि वो यहाँ पर कह रहे हैं कि लाजर मर चुका है, परंतु मैं तुम्हारे कारण आनंदित हूं कि मैं वहां पर नहीं था जब वो मरा. അതിന്റെ കാരണം നാം അവിടെ വായിക്കുന്നത് നിങ്ങൾ വിശ്വസിപ്പാൻ ഇടവരുമല്ലോ എന്നാണ് നാം വായിക്കുന്നത്. वहां पर हम पढ़ते हैं कि ताकि तुम विश्वास करो. അപ്പൊ നമുക്ക് ന്യായമായിട്ട് നമുക്ക് തോന്നാം, ഈ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസം ഇല്ലായിരുന്നോ? तो हम सोच सकते हैं एक बार कि क्या इस यीशु मसीह के चेलों में विश्वास नहीं था. നാം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അവസാനം വായിക്കുന്നത് അങ്ങനെ അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. काना के विवाह के समय में जब उसने आश्चर्यकर्म किया तो उस समय अंत में वहां पर लिखा है कि यीशु मसीह के चेलों ने इस आश्चर्य को देख करके उस पर विश्वास किया. നോക്കണം, അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടായിരുന്നു ശിഷ്യന്മാർക്ക്. അത് നാം ദൈവവചനത്തിൽ വായിക്കുകയാണ്. परमेश्वर के वचन में हम पढ़ते हैं कि यीशु मसीह के जितने चेले थे वो यीशु मसीह पर विश्वास करते थे. അപ്പോൾ വിശ്വാസത്തിനൊന്നും യാതൊരു കുറവുമില്ല.
और इसलिए हम ये पढ़ते हैं कि विश्वास के लिए कोई कमी चेलों में नहीं थी। എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാ, നിങ്ങൾ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാനിട വരുമല്ലോ. और लेकिन यहाँ पर प्रभु यीशु मसीह कहते हैं कि मैं तुम लोगों को याद करके आनंदित हूं ताकि तुम लोग विश्वास करो। അതിന്റെ അർത്ഥം ഇതാണ്, അവർ കുരുടനെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട്, അവർ മുടന്തനെ നടത്തുമാറാക്കുന്നത് കണ്ടിട്ടുണ്ട്, അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്യുന്നതനായ ദൈവമാണെന്നുള്ള വ്യക്തമായ വിശ്വാസം അവർക്കില്ലായിരുന്നു. ആ വിശ്വാസം അവർക്കുണ്ടാകുവാൻ ഈ അത്ഭുതം അവിടെ നടക്കുകയാണ്. यहाँ पर इस बात को हम समझ सकते हैं कि प्रभु यीशु मसीह ने अपने चेलों के सामने अंधों को आंखें दी, लंगड़ों को चलने के लिए पैर दिए और कुष्ठ रोगियों को उन्होंने चंगा किया, परंतु उन्होंने इसके पहले कभी भी एक मरे हुए व्यक्ति को जीवित करते हुए प्रभु यीशु मसीह को नहीं देखा था। നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമാണ് ഈ 11-ാം അധ്യായത്തിലുള്ളത്. അത് ലാസറിന്റെ കുടുംബമാണ്. और हम जानते हैं कि യോഹന്നാൻ 11 अध्याय में हम जो पढ़ते हैं वो लाजर का घराना प्रभु यीशु मसीह का एक प्रिय घराना था। നോക്കണം, ഇവിടെ മാർത്തയും മറിയയും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരാ. और मार्था और मरियम को हम देखते हैं, उन दोनों बहनों को भी प्रभु में विश्वास था। കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, അവന്റെ വാക്കുകൾ അവർ കേട്ടിട്ടുണ്ട്, അവന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവനാണ് മശിഹ എന്നും ക്രിസ്തുവാണെന്നുമുള്ള എല്ലാ വിശ്വാസവും ഈ മാർത്തയ്ക്കും മറിയയ്ക്കും ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. ये मार्था, मरियम और उनके प्रभु यीशु मसीह के चेलों को ये पूरा विश्वास था कि प्रभु यीशु मसीह ही मसीहा हैं जो आने वाले थे, क्योंकि उन्होंने आश्चर्य कर्मों को करते हुए उसे देखा और उसके उपदेशों को उन्होंने सुना था। എന്നാൽ ഒരു കാര്യം, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം അത്യുന്നതനായ മഹാദൈവമാണെന്നുള്ള വിശ്വാസം ഈ ശിഷ്യന്മാർക്കോ ഈ സഹോദരിമാർക്കോ ഇല്ലായിരുന്നു. लेकिन हम देखते हैं कि ये जो मरियम और मार्था थी और यीशु मसीह के चेले थे, उनको ये आश्चर्य कर्म वगैरह सब देखा है, लेकिन उनको ये विश्वास नहीं था कि वो मरे हुओं को भी जिला सकने वाला महान परमेश्वर है। അതുകൊണ്ടാണ് ആ സാഹചര്യത്തിലൂടെ ഈ ശിഷ്യന്മാരെയും മാർത്തയും മറിയയും കർത്താവ് കടത്തിവിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. और इस प्रकार हम समझ सकते हैं कि इसी कारण से प्रभु यीशु मसीह ने इस अवस्था को, इस आश्चर्य कर्म को करने के पीछे अपने चेलों को भी और मार्था और मरियम को भी शामिल कर दिया। എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് നാം ഓരോരുത്തരും. ये बातें मैं क्यों कह रहा हूं, ये इसलिए बताना चाहता हूं कि हम सब तो परमेश्वर पर विश्वास करते हैं। നാം ദൈവത്തെ കുറിച്ച് പല നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. और हम कई रीति से परमेश्वर के विषय में जानकारी और पहचान प्राप्त किए हुए लोग हैं। നമ്മുടെ കർത്താവിന് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. और प्रभु यीशु मसीह हमारा ये कर सकता है, അവൻ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും. और प्रभु यीशु मसीह वो काम कर सकते हैं, അവൻ അത്ഭുത മന്ത്രിയാണ്. और वो अद्भुत काम करने वाला व्यक्ति है, അവന് കഴിയാത്തതൊന്നുമില്ല. और उससे कोई भी ऐसी बात नहीं जो असंभव हो। എന്നാൽ ചില കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ചില സന്ദർഭങ്ങളിൽ ഇത് നമ്മുടെ ദൈവത്തിന് സാധിക്കുമോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ തോന്നാറുണ്ട്. लेकिन कई बार ऐसी परिस्थितियां आती हैं जब हमारे हृदय में ये विचार उठते हैं कि क्या ये काम भी परमेश्वर से संभव है। അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നാം ശക്തി പ്രാപിക്കുവാൻ വളരെ പ്രധാനമായി നമുക്ക് ആവശ്യമുണ്ട്. या दूसरे शब्दों में मैं कहूं तो हमारे परमेश्वर पर विश्वास करने की जो शक्ति है उसमें हमें बढ़ने की जरूरत है। അതായത് ശിഷ്യന്മാർക്ക് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഇവരെ കടത്തിവിട്ടതിന്റെ കാരണം ആ കാര്യത്തിലും പ്രവർത്തിക്കുവാൻ, അർത്ഥാൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് എന്നുള്ള വിശ്വാസം ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. इस प्रकार हम देख चुके हैं कि अब्राहम को भी परमेश्वर पर विश्वास था और प्रभु यीशु मसीह के चेलों को भी विश्वास था, लेकिन कुछ खास परिस्थितियों में जब असंभव सी लगने वाली बातें आती हैं, उस काम को भी प्रभु कर सकते हैं। इस विश्वास को बढ़ाने के लिए प्रभु कई बार हमें ऐसी परिस्थितियों से होकर गुजारता है।
അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പരിജ്ഞാനം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. इसलिए हमारे परमेश्वर के विषय में एक प्रकार का ज्ञान और हर प्रकार के कामों को वो संभव कर सकता है, इस विश्वास में हमें बढ़ते जाना जरूरी है. നാം എഫേസ്യലേഖനത്തിൽ വായിക്കുന്നു, അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നാം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുക. और पौलुस प्रेरित वहां पर प्रार्थना करते हैं कि हमारे परमेश्वर का अद्भुत युक्ति और उसका जो सामर्थ्य है उसको समझने की हमें पहचान दे. അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് പറഞ്ഞാൽ അതിനെ അളക്കുവാനായിട്ട് സാധിക്കുകയില്ല. और वहां पर ये बताना चाह रहे हैं कि परमेश्वर के जो व्यक्तित्व है उसकी महानता को किसी चीज से ढांक करके या सीमित करके नहीं रखा जा सकता. അവൻ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. वो महा आश्चर्य कर्मों को करने वाला परमेश्वर है. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും തന്നെ ഇല്ല. और हमारे परमेश्वर से कोई भी कार्य असंभव नहीं है. ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നാം ശക്തിപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. और परमेश्वर का वचन आज रात को हमें यह बताना चाहता है, उस परमेश्वर पर जो हमारा विश्वास है उसका बढ़ते जाना या उसको शक्ति प्राप्त करना जरूरी. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. और हम देखते हैं कि वो एक ऐसा परमेश्वर है जो ना सिर्फ मरे हुओं को जिला सकता है, परंतु जो चीजें हैं ही नहीं उनको ऐसे पुकारता है मानो वे हैं. നാം എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. അത് ഞാൻ വായിച്ചിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണി എന്ന് നാം വായിക്കുകയാണ്. इब्रानियों के नाम पौलुस प्रेरित की पत्री में से एक भाग को इस संदर्भ में पढ़ेंगे जो कि बहुत ही महत्वपूर्ण एक भाग है. 11 अध्याय इब्रानी 11 पद. वहां लिखा है, विश्वास से सारा ने आप बूढ़ी होने पर भी गर्भ धारण करने की सामर्थ्य पाई क्योंकि उसने प्रतिज्ञा करने वाले को सच्चा जाना था. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, സാറ വിശ്വസിച്ചത് ആരെയാണെന്ന് അറിയാമോ? വാഗ്ദത്തം ചെയ്തവനെയാണ് വിശ്വസിച്ചത്. यहाँ पर हम पढ़ते हैं कि सारा ने प्रतिज्ञा करने वाले पर विश्वास किया. അവൾ വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നേക്കാൾ ഉപരിയായിട്ട് അത് ചെയ്തവനെയാണ് സാറ വിശ്വസിച്ചത്. इस बात को समझें कि प्रतिज्ञा पे ऊपर सारा ने विश्वास नहीं किया, प्रतिज्ञा देने वाले के ऊपर विश्वास किया. അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാമിന് കിട്ടിയ ദാനത്തെ അല്ല, അത് ദാനം നൽകിയ ദാതാവിനെയാണ് അബ്രഹാം വിശ്വസിച്ചത്. और अब्राहम ने भी जो दान उसको इसहाक के रूप में प्राप्त हुआ उस पर विश्वास नहीं किया, परंतु दान दाता के ऊपर विश्वास किया. പ്രിയപ്പെട്ടവരെ, നാമും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. और परमेश्वर का वचन आज रात हमें यही याद दिलाता है कि परमेश्वर जो शक्तिशाली है उसके ऊपर हम अपने विश्वास को बढ़ाते जाएं. ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ അല്പം പോലും നാം സംശയിക്കാതെ നാം പൂർണ്ണമായി വിശ്വാസത്തിൽ ശക്തിപ്പെടണം. और हमें अवश्य है कि हम बिल्कुल भी संदेह किए बगैर परमेश्वर पर पूर्णतया विश्वास रखें. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നാം യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. കാരണം അവന് കഴിയാത്തതൊന്നും തന്നെയില്ല. परमेश्वर पर हमारा जो विश्वास है उसमें कोई भी कमी नहीं आनी चाहिए, क्योंकि परमेश्वर वो सब कुछ कर सकने वाला परमेश्वर है. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. നമുക്ക് റോമാലേഖനം തന്നെ നാം വായിക്കുമ്പോൾ റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് അതിന്റെ 18-ാമത്തെ വാക്യം, അവിടെ 4-ാം അധ്യായം, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് നാം വായിക്കുകയാണ്. रोमी 4:18 में हम यूं पढ़ते हैं, उसने निराशा में भी आशा रखकर विश्वास किया, इसलिए कि उस वचन के अनुसार कि तेरा वंश ऐसा होगा वो बहुत सी जातियों का पिता हो. നോക്കണം, അബ്രഹാമിനോട് ദൈവം പറയാ, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അരുളപ്പാട് അബ്രഹാമിന് കൊടുക്കുകയാണ്.
और अब्राहम को परमेश्वर ने ये प्रतिज्ञा दी कि तेरा वंश जो है कई जातियों का तू पिता होगा। നോക്കണം, ഈ അരുളപ്പാട് അബ്രഹാമിന് ലഭിച്ചപ്പോൾ അബ്രഹാമിന് യാതൊരു പ്രതീക്ഷയും മാനുഷികമായിട്ട് നോക്കിയാൽ ഇല്ല. जब अब्राहम को ये प्रतिज्ञा मिली, ये दर्शन मिला, उस समय हमें समझना चाहिए कि अब्राहम के जीवन में किसी प्रकार की शारीरिक रूप से, भौतिक रूप से जीवन के रूप में कोई आशा नहीं थी। എന്നാൽ നാം വായിക്കുന്നത് അബ്രഹാം ഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ് അബ്രഹാം ഗ്രഹിച്ചത്? അബ്രഹാമിന് പുത്രോത്പാദത്തിന് ഉള്ള ജീവൻ ഇല്ല, മാത്രമല്ല സാറയുടെ ഗർഭപാത്രത്തിനും ജീവൻ ഇല്ല എന്ന് അബ്രഹാം ഗ്രഹിച്ചു. अब्राहम के बारे में लेकिन हम वहां पढ़ते हैं कि अब्राहम यह अच्छी तरह समझता था कि वह बूढ़ा हो चुका है और संतान उत्पत्ति नहीं कर सकता। उसी प्रकार सारा के गर्भ की भी मरी हुई दशा से वो अवगत था। നോക്കണം, അപ്പോൾ യാതൊരു തരത്തിലുമുള്ള ഒരു പ്രതീക്ഷയും അബ്രഹാമിന്റെ മുമ്പിലില്ല. और इस प्रकार हम देखते हैं कि अब्राहम के समक्ष किसी भी प्रकार की कोई आशा नहीं थी। നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പഴമൊഴി പറയാറുണ്ട്, ആശിക്കുന്നതിന് പോലും ഒരു പരിധി ഉണ്ടെന്നാണ് പറയുന്നത്. हमारे गांव में इस प्रकार कहा जाता है, कहावत है कि आशा की भी एक सीमा होती है। ഈ ആശിക്കുന്നതിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ നമ്മളെ ഭ്രാന്തന്മാരെന്നാണ് സാധാരണ ആളുകൾ പറയുന്നത്. और आशा की बातों को यदि हम छोड़ करके उसकी सीमा से बाहर यदि आ जाएं तो लोग हमें पागल कहते हैं। നോക്കണം, അബ്രഹാമിനോട് പറയുക, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അബ്രഹാമിനോട് പറയുകയാ. यहाँ पर देखिए, पिता परमेश्वर अब्राहम से कहते हैं कि तू बहुत सी जातियों का पिता होगा। അവനെ ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു, നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു, അതുപോലെ നിന്റെ സന്തതികളാകുമെന്ന് ദൈവം അരുളപ്പാട് കൊടുത്തു. और वहां पर परमेश्वर ने दर्शन दिया अब्राहम को कि बाहर निकलकर आसमान में देख, वहां पर जितने तारे हैं क्या तू उनको गिन सकता है? ऐसे ही अनगिनत तेरे संतान होंगे। നോക്കണം, ഈ അരുളപ്പാട് ലഭിച്ചപ്പോൾ മാനുഷികമായിട്ട്, യുക്തിപരമായിട്ട്, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഇതുപോലത്തെ ഒരു ഭോഷത്വം വേറെ ഇല്ല. और यदि हम सामान्य रूप से सोचें, मनुष्य की रीति से सोचें और अपना दिमाग लगाएं तो यहाँ पर स्पष्ट होता है कि इससे बड़ा बेवकूफी की बात दूसरी कोई नहीं है। കാരണം ഇനി ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പറയാ അത് അസാധ്യമായ കാര്യമാണ്. यहाँ पर हम अब्राहम के विषय में सोचे, वो कह रहा होगा कि एक बच्चे की उत्पत्ति वो तो पूरी तरह से असंभव बात है। എന്നാൽ എന്റെ ഭാര്യ സാറയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഗർഭപാത്രം ഒന്ന് നോക്കിയാൽ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. और मेरी बात तो छोड़ो, अब्राहम सोचता होगा, परंतु मेरी पत्नी सारा के भी गर्भ की मरी हुई दशा है, तो ऐसे में कहां से संतान प्राप्ति होगी? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ആശിക്കാൻ പോലും വകയില്ലാത്ത സാഹചര്യത്തിൽ അവൻ ആശയോടെ വിശ്വസിച്ചു. यहां पर हम इस बात को समझें कि अब्राहम ने ऐसी परिस्थिति में भी, जब कोई आशा की बात नहीं थी, परमेश्वर पर बात पर विश्वास किया। ഞാൻ ഒരു കാര്യം നാം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എങ്കിൽ, രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടിലുള്ള വിശ്വാസത്തിൽ അബ്രഹാം ശക്തി പ്രാപിച്ചു. हम यहाँ पर देखते हैं कि परमेश्वर ने अपनी शक्ति से अब्राहम को विश्वास करने की सहायता किया, तो उससे बढ़ करके परमेश्वर का दर्शन को प्राप्त करके वो और अधिक अपने विश्वास में शक्ति और बल प्राप्त किया। നോക്കണം, തനിക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് അവൻ അറിഞ്ഞിട്ടും അതിൽ ആശയോടെ വിശ്വസിച്ചു. हम यहाँ पर देखते हैं कि अब्राहम को ये मालूम था कि ये जो मेरी इच्छा है संतान प्राप्ति की, वो कभी पूरी नहीं हो सकती, उसके बावजूद उसने परमेश्वर की प्रतिज्ञा पर विश्वास किया। നോക്കണം, അങ്ങനെയാണ് ദൈവത്തിന്റെ അരുളപ്പാടിലുള്ള വിശ്വാസത്തിൽ അബ്രഹാം ശക്തിപ്പെട്ടത്. और इस प्रकार से जब परमेश्वर ने दर्शन दे करके ये बातें कही, तो उसके दर्शन से प्रभावित होकर के अब्राहम ने इस बात पर विश्वास किया। നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് അറിയാമോ? നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞു, ഹൃദയത്തിൽ സംശയിക്കാതെ. एक घटना हम पढ़ते हैं, प्रभु यीशु मसीह ने अपने चेलों से एक बार कहा था
कि यदि तुम इन पर्वत से कहो कि तुम जा करके समुद्र में जा पड़ो तो वो ऐसा ही करेगा, परंतु कोई विश्वास में संदेह ना करे। ഇത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മച്ചി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചിയുടെ വീട്ടിന്റെ മുമ്പിൽ വലിയൊരു മലയിരിപ്പുണ്ട്. ആ മലയിരിക്കുന്നതുകൊണ്ട് അമ്മച്ചിക്ക് വലിയൊരു തടസ്സമാണ്. അതുകൊണ്ട് അമ്മച്ചി എല്ലാ ദിവസവും അമ്മച്ചി പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. और एक हमारे गांव में एक माता जी थी और वो बहुत वृद्धावस्था में थी। उनके घर के सामने एक पहाड़ था, जिसके कारण उनको आगे की चीजें देखने में बड़ी दिक्कत होती। എന്നാൽ അമ്മച്ചി ഒരു കാര്യം തീരുമാനിച്ചു, ഈ മല മാറുവാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ചു. लेकिन उस माता जी ने फैसला किया कि इस पर्वत को यहाँ से हटाने के लिए मैं 3 दिन उपवास के साथ प्रार्थना करूंगी। ഒന്നാമത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മച്ചി മലയുടെ ഫ്രണ്ടിൽ പോയി നോക്കി, മല അവിടെ ഉണ്ടോ പോയോ എന്ന്. पहले दिन का उपवास और प्रार्थना के बाद वो माता जी ने उठ करके देखा कि क्या वो पर्वत वहीं पर है या वहां से हट गया है। രണ്ടാമത്തെ ദിവസവും അമ്മച്ചി പോയി നോക്കുകയാണ് മല അവിടെ ഉണ്ടോ പോയോ എന്നുള്ളത്. और दूसरे दिन भी इसी प्रकार उस माता जी ने किया कि जाके देखा कि वो पहाड़ वहां है कि नहीं। എന്നാൽ മൂന്നാമത്തെ ദിവസം അമ്മച്ചി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടെ കണ്ണു തുറന്ന് ആ വീടിന്റെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ആ മല അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. और तीसरे दिन भी उपवास और प्रार्थना के साथ बड़ी भक्ति के साथ जब वो माता ने प्रार्थना की, उसके बाद जाकर के बाहर देखा तो वो पहाड़ वैसी का वैसी है। എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു ഈ മല ഇവിടെ തന്നെ ഇരിക്കുമെന്നുള്ളത്. और उस माता जी ने कहा वैसे भी मुझे मालूम था कि ये पहाड़ नहीं हिलने वाला, ये यहीं रहेगा। ഇതാണ് പലപ്പോഴും നാം വിശ്വാസത്തോടുകൂടി ഉള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് ഈ ഒരു നിലയിലാവാൻ സാധ്യതയുണ്ട്. और इस प्रकार हम देखते हैं कि हमारे भी जीवनों में पूर्ण विश्वास के बगैर हम कई बार ये सोचते हैं कि हो सकता है ये हो या ना हो। നോക്കണം, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയോടുകൂടെ ഒരു പെട്ടകം തീർത്തു എന്നുള്ളതാണ് നാം വായിക്കുന്നത്. इब्रानियों की पत्री में हम पढ़ते हैं कि नूह ने अपने जीवन में कभी भी ऐसी अनोखी बात नहीं सुनी थी या सोची थी, वैसी बातों पर विश्वास करके उसने बड़ा जहाज बनाना शुरू किया। ദൈവം നോഹയോട് പറയാണ്, ജലപ്രളയം വരുവാൻ പോവുകയാണ്, വലിയ ശക്തമായ മഴയുണ്ടാകും, അത് എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് പെയ്യുന്നത്, അത് ഏത് നിലയിലാണെന്ന് യാതൊരു ഐഡിയയും നോഹയ്ക്കില്ലായിരുന്നു. नूह के समय में जब उसको दर्शन मिला कि बहुत बड़ी बारिश आने वाली है और उसके पहले कभी बारिश हुई भी नहीं थी और नूह को मालूम ही नहीं था कि ये कैसे संभव होगा, ये कैसे दिखेगा, लेकिन उसने विश्वास किया। എങ്കിലും ശക്തിപ്പെടാതെ യഹോവയുടെ അരുളപ്പാട്, ദൈവത്തിന്റെ അരുളപ്പാട് സംശയിക്കാതെ വിശ്വസിച്ചു. लेकिन हम देखते हैं नूह ने बिना कोई शक किए, बिना कोई संदेह किए परमेश्वर की उस आज्ञा का पूर्णतया पालन किया। പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനയോടുള്ള നമ്മുടെ സമീപനം, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ സമീപനം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൽ നാം ശക്തി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. इसलिए प्रियो, मैं आपसे कहता हूं कि आप जिस प्रकार से परमेश्वर के समीप जाते हैं प्रार्थना को लेकर के, उस समय परमेश्वर के वचन, उसकी प्रतिज्ञा, इन सब बातों पर पूर्णतया बिना संदेह के विश्वास आपको करना चाहिए। നോക്കണം, അപ്പോസ്തലനായ പത്രോസും കൂട്ടരും വെള്ളത്തിൽ കടലിൽ വലയെറിഞ്ഞ് അവർ വളരെ പരിശ്രമിച്ചു, അധ്വാനിച്ചു. ഒരു പൊടി മീനിനെ പോലും കിട്ടാതെ അവർ മടങ്ങി കർത്താവിന്റെ അടുക്കൽ വരികയാ. हम वहां पर पतरस के विषय में भी पढ़ते हैं, पतरस और उसके साथी रात भर जाल डाल करके मछलियों को पकड़ने की कोशिश किए, लेकिन एक छोटी मछली तक उन्हें नहीं मिला। तब वे वापस आकर के किनारे पर प्रभु के पास आए। അങ്ങനെ ഒന്നും കിട്ടാതെ മടങ്ങി വരുന്ന പത്രോസിനോടും കൂട്ടരോടും കർത്താവ് പറയുക, നിങ്ങൾ ആഴത്തിലേക്ക് വല വീശുവിൻ. और वहां पर जब ये लोग निराश होकर के किनारे पर पहुंच गए तो प्रभु उनसे कहते हैं कि तुम उस किनारे पर उस तरफ जाल डालो। നോക്കണം, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. നിന്റെ വാക്കിന്. पतरस को वहां पर हम ये कहते हुए सुनते हैं कि हमने पूरी रात परिश्रम किया, लेकिन हमें कोई एक छोटी मछली तक नहीं मिली, लेकिन तेरे कहने पर
सिर्फ तेरे कहने पर हम जान डालेंगे। നോക്കണം, അതിൽ നിന്ന് മനസ്സിലാക്കാൻ ആവശ്യിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക്, ദൈവത്തിന്റെ അരുളപ്പാടിന് അതിൻ്റെതായ മൂല്യമുണ്ട്, അതിൻ്റെതായ വിലയുണ്ട്. അതിൽ നാം ശക്തി പ്രാപിച്ചേ മതിയാകുള്ളൂ. और इस प्रकार हम देखते हैं कि परमेश्वर की जो बातें हैं, उनका जो वचन है, आज्ञा है, उसकी एक अलग मूल्य है। और उसके मूल्यांकन को समझते हुए हमें विश्वास में लगातार शक्ति प्राप्त करते जाना चाहिए। നാം 119 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ന്യായപ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. और हम भजन 119 में और उसके चौथे पद में पढ़ते हैं कि तेरी आज्ञा को और तेरी व्यवस्था को पूरी रीति से मानने के लिए तूने वो सब बातें मुझे बताई हैं। നമ്മുടെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ, ഞാനിവിടെ നിർത്തുവാനായിട്ട് പോവുകയാണ്. हमारा समय बहुत आगे बढ़ गया है, हम यहाँ समाप्त करेंगे। നാം വിശ്വാസത്തിൽ ശക്തിപ്പെടുക എന്നുള്ള ഒരു വിഷയത്തിന്റെ ആമുഖമാണ് നാം ഇന്ന് ചിന്തിച്ചത്. आज हमने जो बातें सुनी हैं वो एक भूमिका है कि कैसे हम विश्वास में शक्ति प्राप्त करना आवश्यक समझते हैं। അപ്പോൾ നാം വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ, ആ വിശ്വാസത്തിൽ നാം ശക്തി പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. और इस प्रकार हम देखते हैं, समझ सकते हैं कि परमेश्वर के ज्ञान के अनुसार, परमेश्वर की प्रतिज्ञाओं के अनुसार हमें उसके विश्वास में निरंतर बल पे बल प्राप्त करते जाना है। രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് അവന്റെ അരുളപ്പാടിലുള്ള നമ്മുടെ വിശ്വാസത്തിലുള്ള ശക്തിയെ കുറിച്ചാണ് നാം ചിന്തിച്ചത്, അവന്റെ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം. दूसरी बात हमने ये देखा कि उसके वचन की जो शक्ति है, उसके वचन की जो कीमत है, उस कीमत के अनुसार हमें उस पर विश्वास करना है। അതുകൊണ്ട് മറിയ പറഞ്ഞ കാര്യം നമുക്ക് ഈ സമയത്ത് ഓർക്കാം: അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ. അതാണ് നമ്മോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. इसलिए आज रात्रि के समय में हम मरियम की उन बातों को याद करें जो उन्होंने काना के विवाह में किया था कि जैसा ये कहे वैसा तुम करना। അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ശക്തി പ്രാപിക്കാം. ദൈവത്തിലുള്ള വിശ്വാസവും അവന്റെ വചനത്തിലുള്ള വിശ്വാസത്തിനും നമ്മുടെ അറിവിനും ബുദ്ധിക്കും പ്രാപ്തിക്കും അപ്പുറം അതിൽ നാം ശക്തി പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. और इसलिए आज रात्रि को परमेश्वर मेरी और आपकी सहायता करे कि हम परमेश्वर के वचन में और परमेश्वर की जो दर्शन की बातें हैं और वो ऐसी चीजें कर सकता है जो संभव नहीं दिखती हैं, उन पर विश्वास करके अपने बल को और शक्ति को प्राप्त करें। കർത്താവ് കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം എനിക്ക് നൽകിയ അവിടെയുള്ള സഭയോടുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവവചനം വ്യാഖ്യാനിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടുമുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की स्तुति हो। आप जितने लोगों ने मुझे आज रात को सुना है उन सब के लिए मैं परमेश्वर का धन्यवाद देता हूं, और रायपुर की कलीसिया के जिम्मेदार लोगों का भी धन्यवाद देता हूं जिन्होंने ये अवसर तैयार किया। Thank you.